ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഗുഡ് മോർണിംഗ് എഗെയിൻ. മാർക്കറ്റ് US മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ അതിനൊരു ഒരു ശമനം വന്നു. കാരണം ജെമിനി 3 ലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമെന്നോണം ഗൂഗിള് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി, NVIDIA റാലി രേഖപ്പെടുത്തി. അങ്ങനെ US മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റി ആവട്ടെ നമ്മുടെ മന്ത്ലി എക്സ്പയറിയാണ് ഇന്ന്. അപ്പോൾ 26,000 താഴെയാണ് ഇന്നലെ നമുക്ക് കിട്ടിയ ക്ലോസ്. അപ്പോൾ ഈ US മാർക്കറ്റിലുണ്ടായ ആ ഒരു തിരിച്ചുവരവ് ഗിഫ്റ്റ് നിഫ്റ്റിയും ഇപ്പോൾ പോസിറ്റീവായ രീതിയിലാണ് നിലകൊള്ളുന്നത്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കാണാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പോസിറ്റീവിൽ അടച്ചു. 3%-അടുത്ത് 2.69% സ്പൈക്ക് ചെയ്തു. 600 പോയിൻ്റാണ് സ്പൈക്ക് ചെയ്തത്. ഏറ്റവും മിക്ക എല്ലാ IT കമ്പനീസും US പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോയും ഒരു 0.44% ഒരു സ്പൈക്ക് നടത്തി. പിന്നീട് അതിന് മുകളിലുള്ള ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. കോസ്പി കൊറിയ പോസിറ്റീവാണ്. ചൈന പോസിറ്റീവാണ്. ഈ ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് ബിറ്റ് കോയിൻ 88,000 എത്തി. $1,000 ബിറ്റ് കോയിനും ഉയർന്നു. അതാണ് നമ്മൾ കാണുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യം. കാരണം ബിറ്റ് കോയിനിൽ ഒരു പ്രോഫിറ്റ് ഒരു തിരിച്ചുവരവ് കാണുന്നുണ്ട്. ഇതാണ് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ്. 25,959 നമ്മളുടെ നിലവിലുള്ള സ്പോട്ട് പ്രൈസ്. ഏറ്റവും ടോപ്പിൽ കാണാം PCR 0.6 ആണ്. അതിനർത്ഥം ആളുകൾ കൂടുതൽ കോള് റൈറ്റിംഗ് കാണുന്നുണ്ട്. ആ റെഡ് കളറ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണോ ആളുകൾ സെല്ല് ചെയ്തിരിക്കുന്നത് അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോള് സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അതുമാത്രമല്ല ആ റെഡിൻ്റെ മുകളിൽ കാണുന്ന ഹാച്ച് പുതിയ ബിൽഡപ്പ് അതേ സ്ട്രൈക്കിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പൊതുവെ ആളുകൾ കോൾ റൈറ്റിംഗ് ഇന്നലത്തെ മാർക്കറ്റ് ഫോളോ ആയപ്പോൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റിങ്ങും തിരിച്ചങ്ങ് റിവേഴ്സ് വരാണെങ്കിൽ ഇവരൊക്കെ ലോസ് ബുക്ക് ചെയ്ത് മാറും. അതൊരു ബൈ എൻട്രി ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. BEL കമ്പനി, ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി, അവർ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് സൈൻ ചെയ്തു. സൂര്യ രോഷിനി കമ്പനി LED നിർമ്മാതാക്കളാണ് അവർ. അപ്പോൾ അവർക്ക് ഒരു 105 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി ഹോസ്പിറ്റൽ രംഗത്തുള്ള കമ്പനിയാണ്. അവർ സ്വിസ് ഇവരുടെ തന്നെ ഒരു പാരൻറ്റ് കമ്പനിയായ സ്വിസ് കമ്പനിയുടെ നിന്ന് 30% സ്റ്റേക്ക് ഈ ഐറിസ് ലൈഫ് സയൻസ് തിരികെ വാങ്ങി. പാരാസ് ഡിഫൻസ് കമ്പനി, ഇവർ ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവർ ഒരു US ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഹഡ്കോ കമ്പനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സായിട്ട് ഇവർ വേരിയസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഒരുമിച്ച് ചെയ്യാൻ ധാരണയായി. ഡയമണ്ട് പവർ കമ്പനി, ഇവർ ആദാനി എനർജി സൊല്യൂഷനിൽ നിന്ന് 276 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. സീഗൾ ഇന്ത്യ കമ്പനി, ഇവർക്കും അതുപോലെ തന്നെ REC പവറിൻ്റെ ഭാഗത്തു നിന്ന് 400 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള സബ്സ്റ്റേഷൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. ഡോക്ടർ റെഡ്ഡി ഇവരുടെ മെഡിസിന് യൂറോപ്യൻ കമ്മീഷൻ അംഗീകാരം ലഭിച്ചു. പവന ഇൻഡസ്ട്രീസ് കമ്പനി, ഇവർ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് 250 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചു. ഗീ കമ്പനി, ഇവർ താനെയിൽ നിന്ന് ഇവർക്കൊരു പുതിയ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സൈമൺസ് കമ്പനി, ഇവരുടെ പ്രോഫിറ്റ് 270 നിന്ന് 360 ഉയർന്നു. സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് കമ്പനി, ഇവർ കോൾമൈൻ അസോസിയേറ്റഡ് ട്രേഡേഴ്സായിട്ടൊരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വാർത്തകൾ. അപ്പോൾ നമ്മുടെ ടെലഗ്രാമിലും നമ്മളുടെ ഇൻസ്റ്റയിലും എല്ലാം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം. ഹാപ്പി ട്രേഡിംഗ് ഡേ.